കൈതി 2-ൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലോകേഷ് കനകരാജ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ അല്ലു അർജുനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം കൈതി 2 പുറത്തിറങ്ങും, അദ്ദേഹം ആ ഒരു സിനിമയാണ് അടുത്തത് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ലോകേഷ് കനകരാജ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LCU ആരാധകരെല്ലാവരും കാത്തിരുന്നൊരു നിമിഷമായിരുന്നു. ഈ അല്ലു അർജുൻ ചിത്രം വരുന്നതെന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് കൈതി 2-ൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ആ സമയത്താണ് ഈ ഒരു അല്ലു അർജുൻ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് വന്നത്. അപ്പം LCU ആരാധകർക്കൊക്കെ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു അതിൻ്റെ ഒരു പേരിൽ. ഇപ്പം ലോകേഷനാണെങ്കിൽ പറഞ്ഞിരിക്കുകയാണ്, ലോകേഷനാണെങ്കിൽ ഒരിക്കലും LCU എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൈതി 2, വിക്രം 2, റോളക്സ് സ്റ്റാൻഡ് അലോൺ, ഈ 3 പടവും പുള്ളി ഉറപ്പായിട്ടും ചെയ്തിരിക്കുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈതി 2-നാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പം. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹോപ്പുണ്ട്. പ്രശ്നം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈതി 2-ലെ ആ ഒരു കാർത്തിയുടെ മകളായിട്ട് വന്ന കുട്ടി വളർന്നിപ്പോൾ ഒരു വലിയൊരു കൊച്ചായി. അപ്പോൾ ആ ഒരു കുട്ടി ഇനി എങ്ങനെ ഒരു കൊച്ചായിട്ട് കാണിക്കും, അല്ലെങ്കിൽ ലോകേഷ് എങ്ങനെയായിരിക്കും ആ ഒരു കാര്യം കൊണ്ടുപോകുന്നതെന്നുള്ളതിലും ഒരു സംശയമുണ്ട്. അത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ കൈതി 2-ൻ്റെ സ്റ്റോറി ഏത് രീതിക്കായിരിക്കും പോകുന്നതെന്നുള്ള കാര്യത്തിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ലോകേഷ് നല്ല രീതിക്ക് തന്നെ അതൊക്കെ സെറ്റാക്കി കൊണ്ടുപോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പടങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാലിടറിയെങ്കിലും അദ്ദേഹം ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ വിക്രം 2 ഉറപ്പാണ്. കമലഹാസൻ ഇപ്പം അദ്ദേഹത്തിനെയൊക്കെ കളിയാക്കുന്നുണ്ട് തഗ് ലൈഫിൻ്റെയൊക്കെ പേരിൽ. വിക്രം 2 ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ, ഫൈനൽ കളക്ഷൻ എല്ലാം ആ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് സാധനമായിരിക്കും വരാൻ പോകുന്നത്. അതാണ് ലോകേഷിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുത്തിൻ്റെ കയ്യിലൊരു നടനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേരുടെ എന്ത് പറയുന്നത്, പുള്ളിക്കാരൻ്റെ ആ ഒരു ഫുള്ള് സാധനം പൊട്ടൻഷ്യലും ആണെങ്കിൽ ലോകേഷ് കനകരാജ് പുറത്തെടുത്തിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ടോപ്പ് സ്റ്റാർസിനെ എല്ലാം വെച്ച് അങ്ങേര് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ റോളക്സിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റിലത്തെ കുറച്ച് നേരം ഉള്ളെങ്കിലും സൂര്യന്ന് പുള്ളി മൊത്തം എടുത്തിട്ടുണ്ട് അതിനകത്ത്. ആ ഒരൊറ്റ അത്രയും പരിപാടിയിൽ 5-6 മിനിറ്റിലാണെങ്കിൽ പവർ ഫുള്ള് കാണിക്കാനുള്ളൊരു ഐറ്റം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലിയോയിലെ ആ ഒരു ക്യാരക്ടറാണെങ്കിലും പാർത്ഥിബനാണെങ്കിലും ലിയോ ആണെങ്കിലും ഒക്കെ ആ ഒരു വിജയുടെ ഒരു മൊത്തം പരിപാടി പുള്ളി എടുത്ത് ആ ഒരു സ്വാഗതം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് ലോകേഷിൻ്റെ LCU എന്ന് പറയുന്ന ആ ഒരു സംഭവം പേര് തന്നെ ഫാൻസായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അത് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഓളം, നമുക്കിടയിൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഓളം തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ലോകേഷ് കനകരാജ്. എന്തായാലും ഈ ഒരു അല്ലു അർജുൻ ചിത്രത്തിൻ്റെ ഒരു വിജയം ലോകേഷിന് ഭയങ്കര പേഴ്സണലി വലിയൊരു വിന്നായിരിക്കും അത് പുള്ളിയുടെ മൈൻഡിൽ. ആ ഒരു വിജയത്തിന് ശേഷം LCUയിലോട്ട് വീണ്ടും കയറുമ്പം പിന്നെ ആ ഒരു ലോ ആയിട്ടുള്ളൊരു ഹൈപ്പ് ഇൻക്രീസ് ആകും. അതിനു വേണ്ടിയാണ് ഈ ഒരു അല്ലു അർജുൻ ചിത്രം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ കൈതി 2 സിനിമയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലോകേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈതി 2 ചിത്രത്തിനകത്താണെങ്കിൽ എല്ലാ ആക്ടേഴ്സും കാണും. അതായത് ഈ ഒരു LCUയിൽ പുള്ളി പടത്തിലെടുത്തിരിക്കുന്ന എല്ലാവരും ആ പടത്തിൽ കാണും. അപ്പം നമുക്കൊരു ചോദ്യം വരും, അപ്പോൾ ലിയോ കാണുമില്ലയോ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം വിജയ് ആണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്, അപ്പോൾ അദ്ദേഹം ഇനി സിനിമയൊന്നും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഈ ഒരു പടം LCUയിലുള്ള പടത്തിൽ ആൾക്കാർ എന്താണെന്ന് പറഞ്ഞാലും അവർക്ക് അഭിനയിക്കണം. ഒന്നെങ്കിൽ വിജയ്ക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയുടെ വോയിസ് ഓവർ എങ്കിലും ഒരു സീനിൽ കാണിക്കുക, അല്ലെങ്കിൽ ഒരു നിഴൽ പോലോ കൈ നമ്മുടെ വിക്രത്തിനകത്താണെങ്കിൽ കാർത്തിയുടെ കൈ കാണിക്കുന്ന പോലൊരു സംഭവമുണ്ട്. അതുപോലൊക്കെ ഒരു ചെറിയൊരു റെഫറൻസ് വരെ കൊടുത്തവരെ തിയേറ്റർ കത്താനുള്ളൊരു മുതലാണ് നമ്മുടെ ലിയോ എന്ന് പറഞ്ഞത്. പിന്നെ റോളക്സ് ഒക്കെ ആണെങ്കിലും കൈതി 2-നകത്ത് ടോട്ടലി പടം മൊത്തം അത്യാവശ്യം കാണുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ വിക്രം 2 ആണ് ഈ ഒരു സിനിമയുടെ എൻഡ് ഗെയിം എന്ന് പറയുന്നത്. LCUവിൻ്റെ എൻഡ് ഗെയിമാണ് വിക്രം 2. അപ്പോൾ വിക്രം 2-വിൽ നമ്മുടെ റോളക്സ് VS വിക്രമാണ് പരിപാടി. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, കത്തിക്കലിൻ്റെ അങ്ങേയറ്റമായിരിക്കും ലോകേഷ് കനകരാജിൻ്റെ. പിന്നീട് വരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ റോളക്സ് സ്റ്റാൻഡ് അലോൺ ആണ്. സൂര്യയുടെ വിളയാട്ടമായിരിക്കും ആ ഒരു സിനിമ മൊത്തം. സൂര്യയുടെ 50ാമത്തെ ചിത്രം എന്നൊന്നും പറഞ്ഞാണ് ആ ഒരു സിനിമ വരുന്നതെന്നാണ് ഇപ്പോൾ ഉള്ളൊരു റൂമറും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ആ പടം ഉണ്ടെന്ന് ലോകേഷ് ഒഫീഷ്യലായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ 50ാമത്തെ ചിത്രമായിട്ട് അത് വരുവാണെങ്കിൽ അതിന് കിട്ടാൻ പോകുന്നൊരു ഹൈപ്പ് എന്ന് പറയുന്നത് കോളിവുഡൊക്കെ ഈ അടുത്ത് കണ്ടതിലേക്കും ഏതൊരു നടൻ്റെ 50ാമത്തെ ചിത്രത്തിന് കിട്ടുന്ന ഹൈപ്പോ അതിനെക്കാട്ടിലും മുകളിൽ പോകുന്നൊരു ഹൈപ്പായിരിക്കും ഈ ഒരു റോളക്സ് സ്റ്റാൻഡ് അലോൺ കിട്ടാൻ പോകുന്നത്. എന്തായാലും റോളക്സിൻ്റെ ആ ഒരു വരവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യ ഫാൻസ് എന്ന് മാത്രമല്ല, റോളക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണെങ്കിൽ ഒത്തിരി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം പുറത്തോട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര ഫാൻ ബേസാണ് ആ ഒരു ക്യാരക്ടറിന്. അപ്പോൾ ഉറപ്പായിട്ടും അത് നല്ല രീതിക്കൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട സാധനങ്ങളാണ്. എന്തായാലും ലോകേഷ് ഇനി രണ്ടും കൽപ്പിച്ച് എല്ലാം അറിഞ്ഞ് പണിയെടുക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ലിയോയുടെ കാര്യം നമുക്കറിയത്തില്ല, എങ്ങനെയാണ് ലിയോ വരുമോ ഇല്ലയോ എന്നൊക്കെ. എങ്കിലും
നമ്മൾ വെയിറ്റിംഗ് ആണ്. വരുവാണെങ്കിൽ സന്തോഷം. പിന്നെ എന്തായാലും പുള്ളിയുടെ ഒരു ചെറിയ റെഫറൻസും കാര്യങ്ങളും ഒക്കെ എങ്കിലും കാണിക്കാതിരിക്കത്തില്ല. അത് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഞാൻ ഒത്തിരി പ്രതീക്ഷയാണ് ലിയോ റോളക്സ് ഫേസ് ഓഫ് പോലത്തെ സംഭവമൊക്കെ. അതൊക്കെ വിജയും സൂര്യയൊക്കെ ഒരേ സ്ക്രീനിൽ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചാണ്. കുറേ നാളെ നമ്മൾ കണ്ടിട്ട്. അപ്പം അത് നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണെന്നുള്ളത്, LCUവിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിൽ കാണുന്ന പോലത്തെ സീനോ അല്ലെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിൽ വേണമെന്നുള്ളത് നിങ്ങൾക്കൊരിഷ്ടമുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ.